നമസ്കാരം. വാക്കുമറുവാക്കിലേക്ക് സ്വാഗതം. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ലോകത്തിനു മുന്നിൽ ഇന്ത്യ തലയെടുപ്പോടെ നിൽക്കുന്ന സമയം. ഇന്ത്യൻ പതാകയുമേന്തി റോക്കറ്റുകൾ ബഹിരാകാശത്ത് കുതിക്കുന്നത് സ്വപ്നം കണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ച ഒരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു നമുക്ക്. ഒടുവിലൊരു കെട്ടുകഥയിൽപ്പെട്ട് ചാരനായി മുദ്രകുത്തി ജയിലിലടയ്ക്കപ്പെട്ട് പിന്നെയും വർഷങ്ങളോളം നിയമപോരാട്ടം നടത്തി തൻ്റെ നിരപരാധിത്വം തെളിയിച്ചു. ഒടുവിൽ രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചു. ആ ജീവിത പോരാട്ടത്തിൻ്റെ നേർക്കാഴ്ച ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ അർഹിക്കുന്ന ഇടവും നേടി. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് മറ്റാരുമല്ല, ശ്രീ നമ്പി നാരായണൻ തന്നെയാണ്. സ്വാഗതം. നമസ്കാരം. നമ്പി നാരായണൻ എന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഒരു കെട്ടുകഥയിൽപ്പെട്ട് എരിഞ്ഞടങ്ങി പോകേണ്ടിയിരുന്ന ജീവിതം ഒടുവിൽ പതിറ്റാണ്ടുകളോളം ആ തീച്ചൂളയിൽ നിന്നുകൊണ്ട് അങ്ങ് നടത്തിയ നിയമ പോരാട്ടം, ആ ത്യാഗത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും കഥ അതുപോലെ തന്നെ ഒപ്പിയെടുത്തതാണ് റോക്കറ്ററി ദി നമ്പി എഫക്റ്റ്. അതിന് ദേശീയ പുരസ്കാര വേദിയിൽ തിളങ്ങുമ്പോൾ ആ സമയത്ത് തന്നെയാണ് ചന്ദ്രയാനിൽ തൊട്ട് ഇന്ത്യ അഭിമാനത്തോടെ നിൽക്കുന്നത്. ഇത് രണ്ടും സംഭവിച്ചത് വളരെ ആകസ്മികമായെങ്കിലും രണ്ടും ഒരേ സമയത്ത് സംഭവിക്കുന്നു. നമ്മൾ പറയുന്നത് പോലെ സത്യത്തിൻ്റെയും നീതിയുടെയും കണക്ക് പുസ്തകം കാലം അങ്ങേക്ക് വേണ്ടി കരുതി വെച്ചതായിരിക്കുമോ ഇതൊക്കെ? ആക്ച്വലി എനിക്കറിയില്ല, പക്ഷേ you can't escape from just thinking like that, because ഇത് രണ്ടും മനഃപൂർവ്വം ഡിസൈൻ ചെയ്തത് പോലല്ല. ഒരു ഡേറ്റ് 23rd ചന്ദ്രയാൻ്റെ വിജയം, 24th ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ്. ഇറ്റ് ഈസ് സ്ട്രേഞ്ച്. പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് എന്തെങ്കിലും ഇതിനകത്ത് ഒരു ചില നിശ്ചയിക്കപ്പെട്ട ചില ഇതുകൾ കാണുമായിരിക്കും. പക്ഷേ ഇൻ എനി കേസ് ഐ ആം വെരി ഹാപ്പി, because it gave me double the happiness on this issue. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതൊരു സിനിമയാക്കി മാറ്റണമെന്ന് അങ്ങേക്ക് എപ്പോഴെങ്കിലും, അതായത് ആ സമയത്തും അങ്ങനെ ആത്മകഥയൊക്കെ എഴുതി 2018 കോടതി വിധിയൊക്കെ, സുപ്രീം കോടതി വിധി വരുന്ന ആ സമയത്തെ അങ്ങ് ചിന്തിച്ചിരുന്നു? അത് അതിനു മുൻപ് അങ്ങേക്ക് തോന്നിയിരുന്നു? അല്ല, 2018 കഴിഞ്ഞിട്ട്, അതായത് ബിയോണ്ട് ഡൗട്ട് എനിക്ക് ഒരു ഇത് കിട്ടിയപ്പം then I thought that this story must be told to the people, particularly to the younger generation. അത് ആ കുട്ടികൾക്ക് ഇത് അറിയിക്കണം. സി, നമ്മളൊരു കേസുണ്ടായി, നമ്മൾ അതിനകത്ത് ഫൈറ്റ് ചെയ്തു, വി ഹാവ് ദ മെൻ്റൽ സ്ട്രെങ്ത്, അങ്ങനെയല്ല. ഇതിനകത്തുള്ള പല പോയിൻറ്റുകളും ഇൻക്ലൂഡിങ് ദ സ്മോൾ ഡീറ്റെയിൽസ്, ഹൗ ഐ വാസ് അറസ്റ്റഡ്, വെൻ ഐ വാസ് അറസ്റ്റഡ്, ഹൗ ഐ വാസ് ടോർച്ചേർഡ്, ഓൺ വാട്ട് പർപ്പസ് വാസ്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി പുറത്ത് പറയണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ I approached some people who are prominent in the മലയാളം ഫിലിം ഇൻഡസ്ട്രി. പക്ഷെ പലർക്കും അതിനകത്ത് വലിയ താല്പര്യം കാണിച്ചില്ല. അവരുടെ മേ ബി ദേ മസ്റ്റ് ഹവ് തോട്ട് വലിയ ഒരു നഷ്ടക്കച്ചവടമായിരിക്കും, ചിലപ്പം ഇത് ശരിക്കും ഓടത്തില്ല എന്ന് പറഞ്ഞതായിരിക്കും, അങ്ങനെ മനസ്സിലാക്കിയതായിരിക്കാം. അല്ലെങ്കിൽ ഇത് നമ്മളെന്തിനാണ് നമ്മുടെ തലയ്ക്ക് എടുക്കുന്നത്, ഇത് ഒരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തോ സംതിങ് ആരും സംഭവിച്ചില്ല. പക്ഷേ ഐ വാസ് അപ്സെറ്റ്. എനിക്കെന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും എന്ത് വഴിക്കും കാണിക്കണം. അപ്പം ഐ ആക്ച്വലി അപ്രോച്ച്ഡ് മധുമുട്ടം. മധുമുട്ടം ഈസ് ദ പേഴ്സൺ ഹു റോട്ട് ദി സ്ക്രിപ്റ്റ് ഫോർ മണിച്ചിത്രത്താഴ്, എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. അപ്പം മധുമുട്ടമാണ് ആദ്യം എന്നോട് പറയുന്നത്. മധുമുട്ടം മാത്രമല്ല, മൈത്രേയനും ഉണ്ടായിരുന്നു. അവർ പറയുന്നത് ഇത് വെറും മലയാള ലാംഗ്വേജിൽ മാത്രം എടുക്കേണ്ട പടമല്ല, ഇറ്റ് ഹാസ് ടു കം ഇൻ മൾട്ടിപ്പിൾ ലാംഗ്വേജസ്. അറ്റ്ലീസ്റ്റ് ഇൻ ഇന്ത്യ ഇറ്റ് ഷുഡ് ബി മിനിമം ഇൻ ഹിന്ദി ആൻഡ് ഇൻ ഇംഗ്ലീഷ്. ഇത് രണ്ടും വേണം. അപ്പോൾ നമുക്ക് എന്തായാലും ഈവൻ ഇൻ എ സ്മോൾ ഫീൽഡ് വി ആർ നോട്ട് ഏബിൾ ടു കൺവിൻസ് പീപ്പിൾ. പിന്നെ എങ്ങനെയാണ് നമ്മൾ മറ്റു സ്ഥലത്തിൽ പോകുന്നത് എന്നിരിക്കുമ്പോഴാണ് മിസ്റ്റർ മാധവൻ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ മാധവൻ ഈസ് റെഡ് ദി ഇംഗ്ലീഷ് ബുക്ക് റെഡി ടു ഫയർ. സോ മാധവൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നു, ഇൻട്രസ്റ്റോടെ കൂടിയാണ് വരുന്നത്.
വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് ഇങ്ങനെ, ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് മൂവി, ക്യാൻ വി ഡിസ്കസ് ദിസ്? ഞാൻ പറഞ്ഞു വൈ നോട്ട്. സോ വി ഡിസ്കസ് ഫോർ എ ലോങ് ടൈം. At the end of the day, he made a comment saying that we will make this movie. So it's a promise, and we shook hands, and then he said we will write the agreements in soon. അത് കഴിഞ്ഞിട്ട് Mr. Rasul Pukkutti was interested in this movie, so he approached me. But I told that already we have got into an agreement, so sorry, etc. He was also equally interested. He showed enthusiasm, etc. But then Madhavan started discussions with me, and it went for a long time. Madhavan ഞാനുമായിട്ട് സ്റ്റോറി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയപ്പം ഒരു വർഷം ഡിസ്കസ് ചെയ്തു, 1 year. Because he was also busy. ബോംബെയിലായിരുന്നു ഡിസ്കഷൻ every aspect he went through that. He went through every aspect in minute details, which includes where my house is located, what kind of house is. He came and visited the house. പിന്നെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. പിന്നെ he met my son and daughter, wife, എല്ലാവരെയും കണ്ടു. സാറിൻ്റെ ഒപ്പം മാധവൻ നിന്ന് താമസിച്ച് ഒപ്പം നിന്ന് ചെലവഴിച്ചു തന്നെയാണ് ഈ സാറിനെ കുറിച്ച് കൃത്യമായി പഠിച്ചായിരുന്നു അദ്ദേഹം. He was interested in doing this. And when I was in Bombay, which I knew later, എൻ്റെ മാനറിസംസ് ഒക്കെ അബ്സർവ് ചെയ്തിട്ട് പുള്ളി ഉൾക്കൊണ്ട് അതൊക്കെ റെഡിയാക്കി. ഉദാഹരണമായിട്ട് ഞാൻ കൂടെ അമ്മേ ഭഗവതി എന്ന് പറയും. അത് നമ്മുടെ ഒരു കോൺഷ്യസ്നെസ് ഇല്ലാതെ പറയുന്ന ഒരു വാക്കാണ്. ഏതെങ്കിലും ഒരു ചെറിയ ഒരു അമ്മേ ഭഗവതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ. പിന്നെ പടം ഷൂട്ട് ചെയ്യുമ്പോൾ ഹി വാസ് ഇടയ്ക്ക് കയറി അമ്മേ ഭഗവതി എന്ന് പറയുമ്പോഴാണ് ഞാൻ അങ്ങനെ നോക്കുന്നു, അത് എങ്ങനെ എവിടെ നിന്ന് വന്നു എന്നുള്ളത്. അതുവരെ സ്ക്രിപ്റ്റിലൊന്നും അത് ഉണ്ടായിരുന്നില്ല. സോ അത്രയും അബ്സർവ് ചെയ്തിട്ടുണ്ട് പുള്ളി അത്. പിന്നെ ഈ ജോയുടെ ഷേപ്പിന് വേണ്ടി we went to a dentist, and then he made this amendment to his mouth. അങ്ങനെ ഫേസിൻ്റെ സിമിലാരിറ്റി വരാനായിട്ട് ഞാൻ മാധവനോട് ചോദിച്ചു, നമ്പി നാരായണനെ ആർക്കും അറിയില്ല, ദേ നോ ഓൺലി മൈ മുഖം മാത്രം അറിയാം, നിങ്ങളെന്തിനാ ഇത്രയും ഈ മാനറിസംസ് ഒക്കെ പഠിക്കാനായിട്ട്? നോ, ദിസ് പിക്ചർ മസ്റ്റ് ബി authentic to the extent possible. So അത്രയും ഒരു പാഷൻ ഹി ഹാസ് ഡെവലപ്ഡ് ഫോർ ദ മൂവി. സോ അങ്ങനെയായിരുന്നു പടത്തിൻ്റെ. പിന്നെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. ഷൂട്ടിംഗ് ഓഫ് കോഴ്സ് ഇറ്റ് വാസ് പ്രൈമറിലി ഇൻ ബോംബെ, പിന്നെ ഫ്രാൻസിലായിരുന്നു, പിന്നെ ഇറ്റ് വാസ് ഇൻ USA കഴിഞ്ഞിട്ട് റഷ്യക്ക് പോകാൻ സർജിയ, അവിടെ ഷൂട്ട് ചെയ്തു, സെർജിയ. പിന്നെ ഓഫ് കോഴ്സ് സ്റ്റുഡിയോ മെയിനായിട്ട് ഇതൊക്കെ ഇൻ ദ നോർത്ത് ഓൺലി. ഇറ്റ് വാസ് നോട്ട് ഈവൻ എ സിംഗിൾ ഷോട്ട് ഇൻ ട്രിവാൻഡ്രം. ISRO VSSCയിലോ ഒന്നും എടുക്കേണ്ടി വന്നില്ല. മാത്രമല്ല അവർ അകത്തോട്ട് പോകാനായിട്ട് സ്പെഷ്യൽ പെർമിഷൻസും ബാക്കിയുള്ളതൊക്കെ എല്ലാം വാങ്ങിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങളങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ ആവശ്യത്തിന് ISROയുടെ പുറമും അകമും അതിനകത്ത് കാണിച്ചില്ലല്ലോ ഒരു സ്ഥലത്ത്. സോ വി ഡിഡ് ദാറ്റ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പടം ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് കോവിഡ് വന്നത്. സോ കോവിഡ് വന്നപ്പം ഫോർ 2 years അപ്രോക്സിമേറ്റ്ലി പിക്ചർ വാസ് സീൽഡ്. ഒന്നും പറയാൻ പറ്റില്ല. പിന്നീടാണ് ഇറ്റ് ഗോസ് ഫോർ ദ സെൻസർ, ദെൻ ദ പിക്ചർ വാസ് റിലീസ്ഡ്. പക്ഷേ ഈ സിനിമ മലയാള ഭാഷയിൽ തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലുമൊക്കെ കളക്ഷൻ മലയാളത്തേക്കാൾ കൂടുതൽ കളക്ഷനായിരുന്നു. പക്ഷെ മലയാളത്തിൽ വേണ്ടത്ര രീതിയിൽ ഈ സിനിമയ്ക്ക് ഒരു മികച്ച വിജയം നേടാനൊന്നും സാധിക്കാതെ പോയല്ലോ. അല്ല, ഇതിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആക്ച്വലി ദിസ് വാസ് മാക്സിമം കളക്ഷൻ വാസ് ഹിന്ദി, നെക്സ്റ്റ് ഈസ് തമിഴ്, ആൻഡ് ദെൻ തേർഡ് വൺ ഈസ് തെലുഗു. ഈ മൂന്നും നല്ല. പിന്നെ കന്നഡ ആൾസോ വാസ് ഗോയിങ് വെൽ. പക്ഷേ ഇതിനകത്ത് ആൻഡ് ഓഫ് കോഴ്സ് ഫോറിൻ കൺട്രീസ് ഇറ്റ് വാസ് കളക്ടിങ് വെൽ, ദുബായ് ആസ് വെൽ ആസ് USA പർട്ടിക്കുലർലി. മലയാളം, കന്നഡം, തെലുഗു ഈ 3 ഭാഷയിലും ഇത് ഡബ്ബിംഗ് ആയിരുന്നു. ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് തമിഴ് അതിലാണ് 3 ഡയറക്റ്റ് ഷൂട്ടിംഗ് ആയിരുന്നു, ഒറിജിനൽ ഷൂട്ടിംഗ്. സോ ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ദർ ഇസ് എ സ്മോൾ ഡീഗ്രഡേഷൻ. ബട്ട് പ്രൊമോഷൻ വാസ് വെരി വെരി ബാഡ് ആസ് ഫാർ മലയാളം ഗോസ്. മലയാളത്തിൽ വലിയ പ്രൊമോഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല.
പലർക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു പടം വന്നു എന്നുള്ളതോ എന്തോ. സോ ദിസ് ഈസ് വൺ റീസൺ ഫോർ ദി ലെസ് കളക്ഷൻസ് ഇൻ മലയാളം. ബട്ട് ഇറ്റ് വാസ് ഓൾസോ നോട്ട് ബാഡ്. It was okay in the sense that whoever has taken the distribution, they must have made their money. There is no complaint about it. But ഇതിനെക്കാളും കൂടുതൽ ഇവിടെ ഓടണമായിരുന്നു. ബിക്കോസ് ഇവിടെയാണല്ലോ നടന്നത് ഈ സംഭവം മുഴുവനും. സോ it should have run more, but it didn't. Maybe now ഇപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയത് കൊണ്ട് എല്ലാവരും മറ്റേ ഇതിനകത്ത് നോക്കുമായിരിക്കും, യൂട്യൂബിലേക്ക്. പൊളിറ്റീഷ്യൻസ്, കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരും അല്ലെങ്കിൽ ISROയിൽ അങ്ങയോടൊപ്പം ഉണ്ടായിരുന്ന ആ സമയത്തെ ശാസ്ത്രജ്ഞരും സഹപ്രവർത്തകരും അങ്ങനെയുള്ളവരൊക്കെ ഈ സിനിമ കണ്ടിട്ട് അങ്ങേ വിളിക്കുകയോ അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? വളരെ പോസിറ്റീവായിരുന്നു. To the best of my knowledge, not even a single person said anything bad about the movie. In fact, not all people calls me. Some people who matters to me at retired chairman's level and some close colleagues of mine, they were appreciating the movie and they said, we know what happened. So avarake kandadana. It's very nicely taken. It is very beautifully, the story is very beautifully told. For example, they described some scenes and they highlighted the scenes and then they said that we got moved in that. And the Madhavan's action they actually appreciated, because they themselves said many times when they were watching the movie, they were forgetting it is Madhavan. It was to them, to my close friends, to them it appeared it is me on the screen. And അത്ര ഒരു സിമിലാരിറ്റി ഉണ്ടായിരുന്നു എന്ന് അവർ പറയുന്നത് കേട്ടു. മാധവന്റെ സംവിധാനത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു ചുവടുവയ്പ് കൂടിയായിരുന്നു ആ സിനിമ. ആ സിനിമയ്ക്ക് തന്നെ നാഷണൽ അവാർഡ് കിട്ടുകയും ചെയ്തു. Madhavan was calling from USA. He was actually there on a personal visit. Actually, he was finding difficult to speak. He was overwhelmingly emotional, and he felt that he said that also. He said, "I'm sorry, sir, I may not be able to talk in coherence, etc., etc." But then, he said, "I never expected." I mean, he was so happy. I don't know how to put it. And as you rightly said, this is a great recognition. This is an endorsement. This is an approval of the government. Not only the government, approval of the people. Oh, I am very happy, etc., etc. And we were just അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രസൻറ്ററീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കായിരുന്നു. ഈ നാഷണൽ അവാർഡ് ഇപ്പോൾ താങ്കളുടെ ആ ഒരു ജീവിതകഥ ആസ്പദമാക്കിയ സിനിമയ്ക്കായിരുന്നു ആ ദേശീയ പുരസ്കാരം. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇപ്പോൾ സാംസ്കാരിക മന്ത്രിയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള നേതാക്കന്മാർ ആരെങ്കിലും താങ്കളെ വിളിക്കുകയോ അഭിനന്ദിക്കുകയോ ആ രീതിയിലുള്ള എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിരുന്നോ? നിങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. വിച്ച് മീൻസ് നോബഡി ഹാസ് കാൾഡ് മീ. ആരും കുറേ ഫിലിം ഫ്രണ്ട്സ് വിളിച്ചിരുന്നു. അവർ ദേ സെഡ് ഐ എം ഹാപ്പി ടു നോട്ട്, അങ്ങനെ കുറേ ആളുകൾ പറഞ്ഞു. പക്ഷേ ഗവൺമെൻറ്റിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല. മേ ബി അവർക്കത് ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നിക്കാണത്തില്ല, എനിക്കറിയില്ല എന്താണുള്ളത്. നിങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് ഞാനത് ആലോചിക്കുന്നത് പോലും. പക്ഷേ why I am saying that this, we were not worried about who calls you and who is not calling you. As far as we are concerned, the movie has been accepted as the best film of the year on a national level. It is not an ordinary level. That's more than sufficient for us. എല്ലാവരും അതിനകത്ത് വരത്തില്ലേ? കുറേ ആൾ, of course, the continuous side my phone was ringing and then there were so many people who were calling and telling me. I was very happy. ചാരവൃത്തി കേസ് ഇന്നും കേരള രാഷ്ട്രീയത്തിൽ എരിഞ്ഞടങ്ങാത്ത ഒരു കനലായി അവശേഷിക്കുകയാണ്. ആ സിനിമയ്ക്ക് പുരസ്കാരവുമൊക്കെ നേടി അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥരോ അതുമായി ബന്ധപ്പെട്ടവരും അന്നുണ്ടായിരുന്ന, നമുക്കറിയാമത് ആരുടെയൊക്കെയോ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കെട്ടുകഥ തന്നെയായിരുന്നു ചാരവൃത്തി കേസ്. ആ രാഷ്ട്രീയത്തിനും അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, അവരുടെ അനുയായികളും ശിഷ്യന്മാരുമൊക്കെ ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിലനിൽക്കുന്നു. അവരുടെ ഭാഗത്തു നിന്ന് പിന്നീട് എപ്പോഴെങ്കിലും അങ്ങയോടുള്ള ഒരു പ്രതികരണം, അങ്ങയോടുള്ളൊരു ആശയവിനിമയമൊക്കെ എങ്ങനെയായിരുന്നു? കുറേ ആളുകൾ, ഫസ്റ്റ് ഓഫ് ഓൾ മീഡിയ പേഴ്സൺസ്, almost all the media persons, I should say all,
came and felt sorry, and then they felt sad and they apologized, and they said we were misled, etc., etc. So I don't want to name anybody specifically, but still they had their own difficulties, in the sense the directions were like this, and this is what we have to write if we want to continue there. അങ്ങനെയുള്ള ചില വാക്കുകളുണ്ടായിരുന്നു. That is with respect to media persons. With respect to politicians, independent of the political parties, whether they are left or right or even Congress, you take anything, they were all very clear that this is a fabricated case. They felt sorry for that. But when it comes to these people, particularly the political people in public, they won't be able to say this because for some reason they are not willing to disclose their, what you call, stand with respect to this. But the left, you see, the whole thing was, it was started during the period of the Congress government, and then the left continued this case from where the Congress has started this case. But they realized it is a mistake on their side, but they were quick to correct it back. That was the most interesting part of it. They corrected back and then said, we will agree for a compromise, and outside the court settlement we will do it. And they settled the whole matter outside the court, and by that process they have made two things clear. They are aware of this and they are sorry for it, and they are willing to face it. That is one smart way of taking care of it. But of course BJP was not in the picture right from the beginning. They were not neither for it or against it. But the Congress, I don't think that even today they were probably discussing what stand they should take on this, in my opinion. Everybody knew for some purpose it was there, and then they continued, and I don't know why, what stand they have to take publicly. But personally, I don't want to name the leaders, they were all sad about it. They were, see, after all, എല്ലാവരും ആലോചിച്ച് നോക്കുമ്പം finally it amounts to human beings. അറിയാവുന്നുള്ള സത്യം എങ്കിൽ അത് മറച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ പറ്റത്തില്ല. ദാറ്റ് ഈസ് ഹോൾ തിങ്. അങ്ങയുടെ ആത്മകഥ ഓർമ്മകളുടെ ഭ്രമണപഥം അതിൽ പറയുന്നുണ്ട്, ഈ 52 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ആത്മഹത്യ ചെയ്യണമെന്ന് പലവട്ടം ആലോചിക്കുകയും വിൽപത്രമൊക്കെ തയ്യാറാക്കി വെക്കാനായി ഒക്കെ അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തുമ്പോൾ അങ്ങയുടെ മകൾ അത് മനസ്സിലാക്കി മകൾ പറയുന്നൊരു വാചകം, അങ്ങിപ്പോൾ അച്ഛൻ മരിക്കുകയാണെങ്കിൽ ചാരനായി കാലം ചരിത്രം ചാരനായി ചാപ്പകുത്തും, മക്കളും ആ സന്തതി പരമ്പരകളും ചാരൻ്റെ മക്കളെന്ന രീതിയിലാകും, യുഗങ്ങളോളം അങ്ങനെ തന്നെ അറിയപ്പെടും. അങ്ങ് ചാരനല്ല എന്ന് കാലത്തിനും ലോകത്തോട് വിളിച്ചു പറഞ്ഞത് തെളിയിച്ചിട്ട് അങ്ങ് മരിച്ചാൽ മതിയെന്ന് മകൾ പറയുന്ന ആ വാക്ക്, അതായിരുന്നു പിന്നീട് പതിറ്റാണ്ടുകൾ നീണ്ട ആ ചരിത്ര പോരാട്ടത്തിന് കിട്ടിയ ഊർജവും കരുത്തും മകളുടെ ആ വാക്കുകൾ തന്നെയായിരുന്നു. ചെറിയൊരു കറക്ഷൻ, ഇവർ യൂഹിച്ചെടുത്തു ആ ബില്ലിൻ്റെ കാര്യം അവർ അറിഞ്ഞപ്പോൾ. എൻ്റെ മോളാണ് ആ കാൽ അറ്റൻഡ് ചെയ്തത് ഫ്രം ദ ലയർ. സോ ഷി അണ്ടർസ്റ്റുഡ് ദിസ് വാസ് പ്രോബബ്ലി ദ റീസൺ ഫോർ. എനിക്ക് ബില്ലിൽ എഴുതാനൊന്നുമില്ല, ഒറ്റ ഒരു വീടേ ഉള്ളൂ, വലിയ പ്രശ്നമില്ല. പക്ഷേ മൈ ഡാറ്റർ ഹാസ് കാൾ ഹർ ബ്രദർ. അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് എന്നോടൊന്ന് പറഞ്ഞ പാക്കൾ ഇതാണ്, അച്ഛൻ മനസ്സിൽ എന്ത് വിചാരിക്കുകയാണെങ്കിലും അതുപോലെ ചെയ്യാം. മരണം സൂയിസൈഡ് എന്നൊന്നും പറഞ്ഞില്ല. അച്ഛൻ വിചാരിക്കുന്നത് പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിൻ്റെ ലിബർട്ടി നിങ്ങൾക്കുണ്ട്, കാരണം യു ആർ ഗോയിങ് ത്രൂ എ മിൽ. പക്ഷേ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ വിചാരിച്ചാലോ അല്ലെങ്കിൽ ചെയ്താലോ അത് നമ്മളൊക്കെ ചാരൻ്റെ മക്കളുമായിട്ട് തന്നെ പിന്നീട് ജീവിക്കേണ്ടി വരും. ഇതാണ് അവർ പറഞ്ഞ വാക്കുകൾ. അത് മാത്രമല്ല, വളരെ എംഫറ്ററ്റിക്കായിട്ട് പറഞ്ഞ ഒരു വാക്ക് അത് നിങ്ങൾ വിട്ടുപോയി. ആരെങ്കിലും ഒരാൾ ഇത് നിങ്ങൾ ചാരനല്ല എന്ന് നിരൂപിക്കണമെങ്കിൽ അത് നിങ്ങൾ മാത്രമേ കൊണ്ട് കഴിയുള്ളൂ, വേറെ ആരെ കൊണ്ടും കഴിയില്ല. സോ ദാറ്റ് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ആൻഡ് ദെൻ പിന്നെ അച്ഛൻ്റെ ഇഷ്ടം ഇങ്ങനെ പറഞ്ഞ ഒരു സ്ഥലം വിട്ടു. It was a fantastic, I won't so, I don't know how to put it, but it was doing the job. I told to myself, okay, this is where I accept this challenge. It was like നമ്മുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം വേണോ വേണ്ടയോ എന്നും പറഞ്ഞ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ ഇൻ ഇസ്രോ. ഐ വാസ് ഡ്രിവൺ ഫ്രം പില്ലർ ടു പോസ്റ്റ്. പൈസ കിട്ടത്തില്ല, ഫണ്ടിങ് കിട്ടത്തില്ല,
കിട്ടിയ ഫണ്ടിങ് ഒക്കെ വളരെ സ്മോൾ ഫണ്ടിങ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലും തളർന്നിട്ടില്ല ഞാൻ. ഐ വാസ് കണ്ടിന്യൂസ്ലി ട്രൈയിങ്. ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡ് എടുത്തു ലിക്വിഡ് സിസ്റ്റത്തിലും. നമ്മൾ ഇത്രയും നോഹവ് കൊണ്ടുവന്നിട്ടും ഇറ്റ് വാസ് നോട്ട് കൺസിഡേർഡ് ഫോർ PSLV. അപ്പോൾ ഒരു സ്റ്റാൻഡ് എടുത്തു. ഇപ്പം നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. ആ സ്റ്റാൻഡാണ് വർക്കൗട്ട് ചെയ്തത്. അതുപോലെ ഇവിടെ ഞാൻ വിചാരിച്ചു ഇറ്റ്സ് എ ചാലഞ്ച്, ഐ ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. പിന്നെ അതിനകത്ത് ബാക്കിലോട്ട് പോയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ മുമ്പ് ഒരു ഡിസിഷനിലേക്ക് വന്നു എന്ന് വെച്ചാൽ, ഞാൻ ഈ സിസ്റ്റം നോക്കുമ്പോൾ ഇവരൊക്കെ ഭയങ്കര ക്രിമിനലൊക്കെ ഡീൽ ചെയ്തിട്ടുള്ള ആളുകളാണ്. സോ ഇവരൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ബുദ്ധിയായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. സോ എവിടെ പോയാലും നമ്മൾ മുട്ടിരിക്കുന്നുണ്ട്. സോ ദേ ഹാവ് ഡൺ ഇറ്റ് വെരി വെൽ. അപ്പോൾ അത് ഉടയ്ക്കണമെങ്കിൽ ഇറ്റ് ഈസ് സംതിങ് മച്ച് മോർ ദൻ ദാറ്റ് വേണം. പക്ഷേ ദൈവസഹായം എനിക്കുണ്ടായിരുന്നു. മാത്രമല്ല ഏത് ക്രിമിനലും മിസ്റ്റേക്കുകൾ അവർ ചെയ്യും. അങ്ങനെ ചില മിസ്റ്റേക്കുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ മിസ്റ്റേക്കുകളിനെ ഞാൻ ആംപ്ലിഫൈ ചെയ്തു. പിന്നെ കുറേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. പക്ഷേ ഒരു കാര്യം പറയാം, ഇത് സാധാരണ വിജയമല്ല. ഇത് പലരും കാണുന്നത് പോലെ പല കാര്യങ്ങളും ഞാൻ എല്ലാ കാര്യങ്ങളും ബുക്കിനകത്ത് പറഞ്ഞിട്ടുമില്ല. അതിനകത്ത് പറയാത്ത ഒരു കാര്യം, ഇത് കുറിച്ച് ഞാൻ കാണാത്ത ആളില്ല, സംസാരിക്കാത്ത ആളില്ല. അതായത് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ടോപ്പ് ലെവൽ ആളുകളെ കാര്യത്തിൽ എല്ലാവരെയും കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരാൾ ബാക്കിയില്ല. അപ്പോൾ ഡിസപ്പോയിൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്, ചിലർ ഹെൽപ്ലെസ്നെസ് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു കഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എൻ്റെ മോളുടെ ആ വാക്കാണ് എന്നെ ഇത്രയും പിടിച്ചു നിൽക്കാനും, പിന്നെ അത് ഒരു പർട്ടിക്കുലർ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഹാപ്പിയായി. എന്തായാലും ഇത്രയും സമയം വാക്ക് മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എ നൈസ് ഇൻ്റർവ്യൂ. ഐ ലൈക്ഡ് ഇറ്റ്. താങ്ക് യു.